ഇതൊരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നത്. വാ. പാവം, ഞാൻ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നേ. സത്യം പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിനെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചിന്തിക്കാനാ? സ്വന്തം കമ്പനി, ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ, അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന ചെയർ, ഇതിനൊക്കെ ഇടയിൽ നമ്മളിങ്ങനെ തോറ്റുപോകുന്ന ആരെങ്കിലും ചിന്തിക്കൂ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ടെന്താ? സാരല്ല, നമുക്ക് അടുത്ത നോക്കാലോ. ഇങ്ങനെ എവിടേക്കെങ്കിലും ആപ്ലിക്കേഷൻ എഴുതി അയക്കുക, അതിന്റെ പിന്നാലെ നടക്കുക, അതിന് വേണ്ടോ? ഈ വലിയ വലിയ ജോലികൾക്ക് പോകുമ്പോഴല്ലേ കൂടുതൽ കൂടുതൽ ആധാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ വല്ല കൂലിപ്പണിക്കും പോകാൻ തീരുമാനിച്ചാ ആ പ്രശ്നമില്ലല്ലോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. ഇതൊരു പൊതുശീല. നമ്മൾ അർഹിക്കുന്ന ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ കൂലിപ്പണി എടുത്തോളാന്നുള്ള പറച്ചില്. അല്ല, കൂലിപ്പണി മോശമൊന്നുമല്ല. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകള് കുടുംബം പുലർത്തുന്നതേ ഈ പറഞ്ഞ ജോലി ചെയ്തിട്ട് തന്നെയാ. പക്ഷേ അത് വരുണിന് ശീലമില്ല. ശീലിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടണം. അതിനേക്കാളും നല്ലത് വരുണിന് ശീലമുള്ള ജോലി കുറച്ച് താമസിച്ചിട്ടായാലും കിട്ടാന്നുള്ളതാ. എടോ, ഞാൻ ശ്രമിക്കുന്നില്ലേ, താൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അഹങ്കാരത്തിന്റെ ഒരു തരി പോലും നമ്മളിലില്ല. എന്നിട്ടും പിന്നെ എന്താ ഒന്നും നടക്കാത്തത്? നടക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ വരുണിനെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാ. ഇതാരാ ഈ നേരത്ത്? ഹലോ. ഹലോ, വരുൺ സാർ അല്ലേ? അതെ. സാർ, ഞാൻ SS ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിൽ നിന്ന് വിളിക്കുക. എൻ്റെ പേര് കാർത്തിക. അല്ല, എന്താ കാര്യം? ആദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ ഈ സമയത്ത് വിളിച്ചതിന്. നാളെ കമ്പനിയുടെ മാനേജർ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുക. ആപ്ലിക്കൻസിനെല്ലാം മെയിൽ അയച്ചിട്ടുണ്ട്. ഇതിലെല്ലാവരെയും ഒന്ന് നേരിട്ട് വിളിക്കണമെന്ന് MD പറഞ്ഞിരുന്നു. ഞാൻ 4-5 തവണ സാറിന്റെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വിളിക്കേണ്ടി വന്നത്. ഐം സോറി. ഈ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എനിക്കറിയാം, പക്ഷേ ഞാൻ അവിടെ ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലല്ലോ. സാർ, ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവോ? ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചു. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ വരുൺ? ഈ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എനിക്കറിയാവുന്ന ഒരു കമ്പനിയാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ മാനേജർ പോസ്റ്റിന് ആപ്ലിക്കേഷൻ അയച്ചു. നാളെ അതിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് പറയാനാണ് അവർ വിളിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചിട്ടില്ലല്ലോ. ചിലപ്പോ വരുൺ ഓർക്കാത്താണെങ്കിലോ? എത്രയോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒന്നിച്ചയച്ചിരിക്കുന്നു. എടോ, പക്ഷെ അയച്ച എല്ലാ സ്ഥാപനങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനേ ആ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതെ, മെയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ വെറുതെ ആയിരിക്കും അവര് വിളിച്ചത്. വരുൺ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടാവും, അത് മറന്നുപോയത് തന്നെയാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഭഗവാന്റെ കാര്യം പറഞ്ഞ നാക്കെടുത്തില്ല. ഓർത്ത് വെക്കാത്തൊരു ജോലിക്ക് വിളിച്ചത് കണ്ടില്ലേ? അപ്പോ ഈ ജോലി കിട്ടുന്നാണോ മാഡത്തിന്റെ അഭിപ്രായം? ഈ ജോലി കിട്ടിയാ മതിന്ന് പറ. എന്താ കാര്യം എന്നറിയോ? മുഖം കാണിക്കാതിരിക്കാൻ ഇരുട്ട് തേടി നടക്കുകയല്ലേ എന്റെ ചെറുക്കൻ. ശരിയാവും കേട്ടോ. ഇതൊരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നത്. വാ. പാവം, ഞാൻ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നേ. ഡയറക്ടേഴ്സ് കുറച്ചുപേരെ ഇനിയും വിളിക്കാനുണ്ട് മാഡം. എടോ, ഇത്രയൊക്കെ മതിയടോ. എത്ര പേരെയാ ഈ വിളിക്കുന്നേ? എല്ലാവരെയും വിളിച്ച് സൗജന്യമായിട്ട് കാണിച്ചാലേ പിന്നെ തിയേറ്ററിൽ പോയി ആരാ പടം കാണുന്നേ?
മാഡം ഒരു പ്രിവ്യൂ സംഘടിപ്പിക്കുക, പ്രിവ്യൂവിന് നല്ല അഭിപ്രായം വരിക എന്നൊക്കെ പറയുന്നതേ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് മാഡം. ഓ മനസ്സിലായി. നിങ്ങൾ ആരെയെന്ന് വെച്ചാൽ ക്ഷണിച്ചോ, കുഴപ്പമില്ല. ഉം, മുത്തശ്ശി, നമ്മൾ ഇനിയും പടങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ലേ? അപ്പൊ എല്ലാരും വരട്ടെ. മുത്തശ്ശിക്ക് എല്ലാരെയും കണ്ടും പരിചയപ്പെട്ടൊക്കെ വെക്കാലോ. ഉം, സെലിബ്രിറ്റികൾ ആരെങ്കിലും നോക്കണോ മാഡം? ഉം, ഉം. ആ, മുത്തശ്ശി, നടന്മാരോ നടിമാരോ ആരെങ്കിലും വേണോന്ന് ചോദിച്ചതാ. ആ ദേ ഒരെണ്ണത്തിന് ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ലല്ലോ. ഹ, അവിടെ ആൾക്കാർക്കൊക്കെ കാണാനും സംസാരിക്കാനുമായിട്ടേ എന്റെ പ്രിയങ്ക മോളുണ്ട്. വേറെ ഒരുത്തന്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ സെലിബ്രിറ്റികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആണ് മാഡം. ആ, എനിക്ക് ആ വെയിറ്റ് ഒന്നും വേണ്ട. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരാനാണെങ്കിൽ എടോ തനിക്കിത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇവിടുന്നല്ല, അങ്ങ് തമിഴീന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ. ആ, തമിഴിൽ ആരാ മാഡത്തിന് പരിചയമുള്ളത്? ഹ, ആരെയാ പരിചയം ഇല്ലാത്തത്? ഈ സിനിമ കാണാൻ രജനീകാന്തിനെ വിളിച്ചു വരുത്തണോ? ഞാൻ വരുത്തിക്കും. മാഡം വിളിച്ച രജനീകാന്ത് വരുമോ? എന്തായാലും ദക്ഷിണേന്ത്യയിലുള്ള മുഴുവൻ സിനിമാക്കാരും എന്നെ കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. ഞാൻ പടം നിർമ്മിക്കുന്നതും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ, മെനഞ്ഞാന്ന് രാത്രി കൂടി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യമല്ലേ, അതാ ഞാൻ ചോദിക്കുന്നേ. ആ, മാഡം പറയൂ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ എല്ലായിടത്തും ഞാൻ അറിയപ്പെട്ടതുപോലെ ഉണ്ടെങ്കിൽ തമിഴിൽ എന്താണോ ബുദ്ധിമുട്ട്? പിന്നെ ഈ രജനീകാന്തിനെ അങ്ങനത്തെ ജാടയൊന്നും ഇല്ല. അങ്ങേര് എങ്ങോട്ടും വരും. ശരി മാഡം. അതെ, തൽക്കാലം ഈ ചിത്രത്തിന് ഇത്രയൊക്കെ മതി. അടുത്തത് നമുക്ക് ഗംഭീരാക്കാം. പോവാം. പോവാം. പോയിട്ട് പെട്ടെന്നൊന്ന് കുളിക്കണം. ഈ നാറ്റൊന്ന് പോകണ്ടേ? എന്തായാലും പറയുന്നേ? ഏയ് ഒന്നുമില്ല മാഡം. എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ മാഡം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പടം കുറെ പേര് കാണും മുത്തശ്ശി. ഇനി അങ്ങോട്ട് കാഴ്ച തന്നെയാടി മോളെ. നിന്നെ കാണാനുള്ള കാത്തിരിപ്പ്, നമ്മുടെ പടം ഇറങ്ങാനുള്ള കാത്തിരിപ്പ്, അങ്ങനെ മൊത്തത്തില് സിനിമ നമ്മളെ കാത്തിരിക്കേണ്ടി വരും.